2026 ജൂണിൽ കേരള ഗതാഗത മന്ത്രി സി.പി. ജോൺ ഡൽഹിയിലെ DMRC ഇന്ത്യൻ ഓയിൽ ഹൈഡ്രജൻ ബസ് സർവീസ് പരിശോധിച്ചതിന് ശേഷം കേരളത്തിൽ KSRTCയ്ക്കായി ഹൈഡ്രജൻ ബസ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക രേഖയിലും KSRTC KMRL ഹൈഡ്രജൻ ബസ് പദ്ധതിക്ക് ഏകദേശം 25.50 കോടി രൂപ ഫണ്ടിംഗ് റിക്വയർമെൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈഡ്രജൻ ഇൻ്റേണൽ കമ്പസ്റ്റേഷൻ എഞ്ചിൻ ബസും ഫ്യൂവൽ സെൽ ബസും പ്രത്യേകം പരീക്ഷിക്കാനാണ് പദ്ധതിയിൽ പറയുന്നത്. ഹൈഡ്രജൻ ബസിന് പരിസ്ഥിതി ഗുണങ്ങളുണ്ട്. എന്നാൽ ഹൈഡ്രജൻ വില, റീഫ്യൂവലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജ്, മെയിൻ്റനൻസ്, സേഫ്റ്റി എന്നിവ വലിയ വെല്ലുവിളികളാണ്. കേരളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ CNG ബസിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഏകദേശം 60 രൂപ പ്രതി കിലോമീറ്റർ ആയിരിക്കുമ്പോൾ ഹൈഡ്രജൻ ബസിന് ഏകദേശം 100 രൂപ പ്രതി കിലോമീറ്റർ വരാമെന്ന കണക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഒരു റിപ്പോർട്ട് ചെയ്ത കണക്കാണ്. ഒരു ഔദ്യോഗിക കോസ്റ്റ് സ്റ്റഡി നടന്നു എന്ന് പരിശോധിക്കണം. ഹൈഡ്രജൻ ബസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മലിനീകരണമില്ലാത്ത ബസ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ബസ് ഓടുമ്പോൾ പുറത്തുവരുന്ന എമിഷൻസ് മാത്രം നോക്കിയാൽ പോരാ. ഹൈഡ്രജൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു? ബസ് വാങ്ങിയാൽ മാത്രം മതിയോ? ഒരു ഡീസൽ ബസ് വാങ്ങിയാൽ ഡീസൽ പമ്പുണ്ട്. പക്ഷേ ഹൈഡ്രജൻ ബസ്സിന് ഹൈഡ്രജൻ റീഫ്യൂലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വേണം, സ്റ്റോറേജ് വേണം, സേഫ്റ്റി സംവിധാനങ്ങൾ വേണം, പരിശീലനം നേടിയ ജീവനക്കാർ വേണം, മെയിൻ്റനൻസ് സംവിധാനം വേണം, ഹൈഡ്രജൻ സപ്ലൈ ചെയിൻ വേണം. അതിനാൽ ചോദ്യം ഒരു ഹൈഡ്രജൻ ബസ്സിൻ്റെ വില എത്ര എന്നത് മാത്രമല്ല, ആ ബസ്സിനെ 10 വർഷം ഓടിക്കാൻ ആകെ എത്ര ചെലവാകും എന്നതാണ്. KSRTCയുടെ സാമ്പത്തിക വശം ഇവിടെയാണ്. KSRTCയുടെ സാമ്പത്തിക സാഹചര്യം പ്രധാനമാകുന്നത്. KSRTCക്ക് ഒരേ സമയം പല ആവശ്യങ്ങളുമുണ്ട്. പഴയ ബസ്സുകൾ മാറ്റണം, വർക്ക്ഷോപ്പുകൾ നവീകരിക്കണം, മെയിൻ്റനൻസ് ശക്തിപ്പെടുത്തണം, ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ബാധ്യതകളും കൈകാര്യം ചെയ്യണം, യാത്രക്കാർക്ക് കൂടുതൽ മികച്ച സേവനം നൽകണം, അതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യയും സ്വീകരിക്കണം. അത് എങ്ങനെ സംഭരിക്കുന്നു, എങ്ങനെ കൊണ്ടുവരുന്നു, എവിടെ റീഫ്യൂവൽ ചെയ്യും, ഇതിനായി എത്ര ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഇതെല്ലാം കൂടി നോക്കിയാലാണ് ഒരു ഹൈഡ്രജൻ ബസ് യഥാർത്ഥത്തിൽ എത്രത്തോളം ഗ്രീൻ ആണെന്ന് വിലയിരുത്താൻ കഴിയുക. ഹൈഡ്രജൻ ബസ് ഭാവിയുടെ ഗതാഗതമായേക്കാം. പക്ഷേ ഒരു പുതിയ ടെക്നോളജിയെ ഭാവി എന്ന് വിളിക്കാൻ അത് എൻവയോൺമെൻ്റലി ക്ലീൻ ആയിരിക്കണം, ടെക്നിക്കലി റിലയബിൾ ആയിരിക്കണം, ഇക്കണോമിക്കലി വയബിൾ ആയിരിക്കണം, പബ്ലിക് മണിക്ക് വാല്യൂ നൽകുകയും വേണം. അതിനാൽ KSRTCയുടെ ഹൈഡ്രജൻ ബസ്സിനെ അന്ധമായി എതിർക്കേണ്ടതുമില്ല, അന്ധമായി പിന്തുണയ്ക്കേണ്ടതുമില്ല. കണക്കുകൾ നോക്കാം, മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങൾ നോക്കാം.